സുരേഷ് ഗോപി മറ്റ് രാഷ്ട്രീയമൊക്കെ വിട്ടുകളയുക. നമ്മൾ ആത്യന്തികമായിട്ട് സുരേഷ് ഗോപി ഇത്ര കാലമൊക്കെ ഈ പദവികളിലൊക്കെ എത്തിയെങ്കിലും നമ്മൾ സുരേഷ് ഗോപിയെ ഒരു സിനിമാ നടൻ എന്ന നിലക്കാണല്ലോ കൂടുതലായിട്ടും കാണുന്നത്. അപ്പോൾ ശരി, അദ്ദേഹം രാഷ്ട്രീയമായിട്ടൊന്നും പറയുന്നില്ല. അത് അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനം ഇതാണ് കേട്ടോ നമ്മുടെ തന്ത്രം എന്ന് പറഞ്ഞപ്പോൾ അത് അദ്ദേഹം വിശ്വസിച്ചിരിക്കുകയാണെന്ന് തന്നെ വിചാരിക്കുക ഹർഷ. പക്ഷേ അപ്പോഴും സുഭാഷ് ഗോപി എന്ന് പേര് പറഞ്ഞാൽ അറിയാവുന്ന അദ്ദേഹത്തിൻ്റെ സഹോദരൻ്റെ പേരിൽ ഈ വോട്ട് ഇവിടെ ഉണ്ടായിരുന്നു എന്ന ആരോപണം വന്നു. രാഷ്ട്രീയ നേതാക്കൾ പറയുന്ന കാര്യം വന്നു. അദ്ദേഹത്തിൻ്റെ അടുത്ത ബന്ധുക്കളുടെ വോട്ടെല്ലാം ഇങ്ങോട്ട് വന്നതും അദ്ദേഹത്തിൻ്റെ അനുയായികളുടെയും കാർ ഡ്രൈവറുടെയൊക്കെ വോട്ട് വന്നതുമൊക്കെ ഈ വഴിക്കാണ് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് വ്യക്തിപരമായിട്ട് നിങ്ങൾ ഇങ്ങനെ ചെയ്യരുത് കേട്ടോ, ഞാൻ നിയമം പാലിച്ചുകൊണ്ടാണ് ഈ ആളുകളെ ഇങ്ങോട്ട് വന്ന് വോട്ട് ചേർത്തത് എന്നൊരു വിശദീകരണം കൊടുക്കാനെങ്കിലും അദ്ദേഹത്തിന് സാധിക്കേണ്ടതാണ്. നിർഭാഗ്യവശാൽ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതൊരു തന്ത്രമായിട്ടാണ് BJPയും സുരേഷ് ഗോപിയും വിചാരിക്കുന്നതെങ്കിൽ തന്ത്രമായിട്ടല്ല, പുറത്തു നിൽക്കുന്ന ആളുകൾക്ക് അനുഭവപ്പെടുക എന്ന് മാത്രം പറയട്ടെ. അതായത് സുരേഷ് ഗോപി എല്ലാത്തിനെക്കുറിച്ചും സംസാരിക്കുന്ന ആളായിരുന്നു അല്പം മുമ്പ് വരെ. അപ്പോൾ എന്തോ കുഴപ്പം സംസാരിക്കുന്നതിൽ വന്നതുകൊണ്ടായിരിക്കണം പാർട്ടി അദ്ദേഹത്തോട് നിങ്ങൾ മിണ്ടണ്ടെന്ന് പറയും. പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം മുതലേ പറഞ്ഞുകൊണ്ടിരിക്കുന്ന BJP എന്ന് പറയുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഈ ലോകത്ത് തന്നെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഞങ്ങൾ രാഷ്ട്രീയം പറയില്ല കേട്ടോ എന്ന് പറയുന്ന സംസ്ഥാന അധ്യക്ഷൻ അദ്ദേഹം, ഞാൻ എല്ലായ്പ്പോഴും പറയുന്നത് അദ്ദേഹം തിരുവനന്തപുരത്ത് ഏതോ ജംഗ്ഷനിൽ ചായക്കട നടത്തുന്ന ഒരാളാണെന്ന മട്ടിലാണ്. ഞാൻ രാഷ്ട്രീയമൊന്നും പറയില്ല കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ടേ. ചായക്കട നടത്തുന്നവർ തിരുവനന്തപുരത്ത് നന്നായി രാഷ്ട്രീയം പറയും. അതാണ് എന്നുവെച്ചാൽ അദ്ദേഹം വിചാരിക്കുന്നത് എൻ്റെ പണി ഇതല്ല എന്നാണ്. ഞാൻ ഈ അദ്ദേഹം രാഷ്ട്രീയക്കാരനായിരുന്നുകൊണ്ട് അദ്ദേഹം വിചാരിക്കുന്നത് എൻ്റെ ജോലി മറ്റെന്തോ ആണ് എന്നാണ്. ഞാൻ പിന്നെ ചായക്കടക്കാരെന്നുള്ളത് പിന്നെ അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് അഭിമാനത്തോടെ അവർ പറയുന്നൊരു കാര്യമായതുകൊണ്ട് ഞാനത് ചായപ്പേ ചർച്ചയൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ആ ഉദാഹരണം എടുത്തു തന്നേ ഉള്ളൂ. ഇപ്പോൾ എന്താ പറയുന്നത്, മെറിറ്റിലേക്ക് കടക്കുന്നില്ല എന്ന്. രാഷ്ട്രീയക്കാരൊരു വിഷയം വരുമ്പോൾ മെറിറ്റിലേക്ക് കടക്കല്ലേ വേണ്ടത്. എന്നിട്ട് അതിനെക്കുറിച്ച് പറയണ്ടേ ഞങ്ങളിത് ചെയ്തിട്ടില്ല എന്നോ ഞങ്ങൾ ചെയ്തിട്ടുണ്ടെന്നോ. ആകപ്പാടെ പറഞ്ഞെന്താ, നിങ്ങൾ കോർട്ടിലും ഇവിടെയും പോയിക്കോളൂ, അതായത് തെരഞ്ഞെടുപ്പ് കമ്മീഷനും പോയിക്കോളൂ എന്നത്. അത് അദ്ദേഹം ഇന്ന് പറഞ്ഞ രണ്ട് കാര്യങ്ങൾ, ഒന്ന് കെ സുരേന്ദ്രൻ പറഞ്ഞ ആ പോയിന്റിനോട് എനിക്കും അനുകൂല നിലയുണ്ട്. ഇദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഈ കാര്യത്തോടും, അതായത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സമീപിക്കണം. പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഇക്കാര്യത്തിൽ മറുപടി പറയാനുള്ള ബാധ്യതയുണ്ടല്ലോ. ഇതിപ്പോൾ നമ്മൾ സുരേന്ദ്രൻ പറയുന്നു നിങ്ങൾക്ക് പോയിട്ട് തൂങ്ങിച്ചത്തൂടെ എന്ന് ചോദിക്കുമ്പോൾ സുരേന്ദ്രൻ പറയുന്നതിൽ വരുന്ന ചെറിയൊരു പിശകെന്താണെന്ന് വെച്ചാൽ തീരെ ഇടപെടാതിരുന്നിട്ടില്ല പ്രതിപക്ഷം. ഇത് വല്ലാതെ കണ്ടപ്പോൾ അവർ എന്നിട്ട് പരാതിയെ കൊടുത്തു. പക്ഷേ പരാതി വേണ്ട രീതിയിൽ സ്വീകരിക്കാനോ അതേക്കുറിച്ച് നിലപാടുകൾ എടുക്കാനോ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറായിട്ടില്ല എന്നുകൂടിയാണ് VS സുനിൽകുമാർ അടക്കമുള്ള ആളുകൾ പറയുന്നത്. അപ്പോൾ ഇത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ കോർട്ടിലേക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ്. നമുക്ക് രാഷ്ട്രീയമായിട്ട് BJP എത്രമാത്രം വേണമെങ്കിലും ആക്രമിക്കുകയും വിമർശിക്കുകയൊക്കെ പ്രതിപക്ഷ പാർട്ടികൾക്ക് ചെയ്യാം. പക്ഷേ മറ്റേത് രാഷ്ട്രീയ പാർട്ടിയല്ല, ഒരു സംവിധാനമാണ്. ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംവിധാനമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. അവർ വേണ്ട വിധത്തിൽ ഇടപെടുന്നില്ല എന്നുള്ളതാണ് ഇക്കാര്യത്തിലെ ഏറ്റവും സങ്കടകരമായിട്ടുള്ളൊരു കാര്യം. അത് ഇന്നല്ലെങ്കിൽ നാളെ അവർക്കത് ചെയ്യേണ്ടി വരുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്.